ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ലോഗ്. ഞാൻ ലക്ഷ്മിയാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇലകളിലെ മഞ്ഞളിപ്പും അതിൻ്റെ കാരണങ്ങളും എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഡോക്ടറാണ് ഗൈസ്, നമ്മൾ ഡോക്ടറാണ് കേട്ടോ. നമ്മളാണ് ചെടികളുടെ ഡോക്ടർ. നമ്മളുടെ വീട്ടിലെ ചെടികൾ നോക്കാൻ വേറെ ആരും വരത്തില്ല. നമ്മളതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. നിങ്ങളെല്ലാം ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഞാനാണ് നിങ്ങളുടെ സാറ് കേട്ടോ. അപ്പോൾ സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഈ ചൂട് സമയത്ത് അതിനൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഫ്രീ പ്ലാൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വീഡിയോ ആണിത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് നേടാനുള്ള സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ വന്ന് കമൻറ്റുകളൊക്കെ ഇടുന്നവരെ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ കൂടെ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു വീഡിയോയും കൂടെ വരും കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്ത് ഇലകൾ പൊഴിയുന്നത് ഒരു സാധാരണ സംഭവമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇലകൾ സാധാരണഗതിയിൽ ആ ചൂടിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ആ ഇലകൾ പൊഴിക്കുന്ന ഒരു സംഭവം. സാധാരണ സംഭവമാണ്. പുതിയ ഇലകൾ വരും, അത് നമ്മളങ്ങ് വിട്ടേക്കുക. ഈ അടുത്ത സംഭവം തൊട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിങ്ങും. ഓരോ ചെടിക്കും ഓരോ രീതിയിലാണ് വെള്ളം കൊടുക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുക്കുക. ഓവർ വാട്ടറിങ് ആണെങ്കിലും ഇലകൾ മഞ്ഞളിക്കാനുള്ള കാരണമാണ്. അതുപോലെ നമ്മൾ ചില ചെടികൾക്ക്, ഞാനാണെങ്കിൽ ഇവിടെ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ചില ചെടിക്ക് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഈ അരയിലെ പോലുള്ള ചില ചെടികളൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ മഞ്ഞ ഇല, ഇങ്ങനെ താഴത്തെ ഇലകളെല്ലാം മഞ്ഞിച്ചിരിക്കും. അതെന്താണ്? അണ്ടർ വാട്ടറിങ് ആണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക. ഈ അണ്ടർ വാട്ടറിങ്ങിലും ഏറ്റവും വലിയ പ്രശ്നമാണ് ഓവർ വാട്ടറിങ്. ഒരിക്കലും വെള്ളം കൂടുതൽ കൊടുത്ത് ചെടിയെ വളർത്തി പരിപോഷിപ്പിക്കാൻ നിങ്ങൾ നോക്കരുത്. അത് വലിയ പ്രശ്നമാണ് കേട്ടോ. അടുത്ത റീസണാണ് നമ്മളുടെ ലൈറ്റ്, സൂര്യപ്രകാശം. അപ്പോൾ സൂര്യപ്രകാശം ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ലൈറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചില ചെടികൾക്ക് നല്ല ലൈറ്റ് വേണം, ചിലതിന് വളരെ കുറച്ച് ലൈറ്റ് മതി. ആ ഒരു ലൈറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചെടി നോക്കണ്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടോട്ടെന്ന് വിചാരിച്ച് ഒന്ന് കൊണ്ടുവന്ന് വെയിലത്തോട്ട് വെച്ചതാണ്. ഒരല്പം ഒന്ന് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് അത് മുഴുവൻ പഴുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് വളരെ കുറച്ച് ലൈറ്റ് മതി. ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് വെക്കേണ്ടത്. ഞാനൊന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ ഓവർ ലൈറ്റാണ് ഇത് പ്രശ്നം. അപ്പം അങ്ങനെയുള്ളത് നമ്മളൊന്നും ചെയ്യേണ്ട. ഇലകളങ്ങ് പറിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇനി കിളിർത്ത് വരുന്ന ഇലകളൊക്കെ നന്നായിട്ട് വരും, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നും ചെയ്യാനില്ല ഇതിൽ. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഓവർ ലൈറ്റും അണ്ടർ ലൈറ്റും ഇലകൾ പൊഴിയാൻ കാരണമാണ്. ഇനി മൂന്നാമത്തെ റീസണാണ് ഫെർട്ടിലൈസർ. നമ്മൾ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ചില ചെടികളെ ഇലകൾ പൊഴിക്കും. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ആണോ, സിങ്കിൻ്റെ ആണോ, കാൽസ്യം ആണോ, നൈട്രജൻ ആണോ, ഫോസ്ഫറസ് ആണോ, ഇതൊന്നും തുടക്കക്കാർക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ചെടികൾ വെച്ചിട്ട് ഇപ്പോൾ ഒക്കെ ചെടികൾ വെച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നോട്ട് പരിപോഷിച്ചോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടമാനം വളങ്ങളൊന്നും കൊണ്ടിടാനിരിക്കേണ്ട കേട്ടോ. ചെടികൾക്ക് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം കാണും വളങ്ങളൊക്കെ കൊടുത്താൽ മതി. എപ്പോഴും കൊണ്ട് വളങ്ങൾ ഇട്ട് കൊടുത്താലും നശിപ്പിക്കരുത്. അതുപോലെ കുറേ ഒരു ഞാൻ ചെടി വെച്ച പിന്നെ ഇതുവരെ വളം ഇട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കൊരകൊരാന്നിരിക്കും. അപ്പോൾ ചെടികൾക്ക് വളം കൊടുത്താൽ മാത്രമേ അത് മുകളിലോട്ട് വളർന്നു വരത്തുള്ളൂ. ചെടികളുടെ വളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലകൾ മഞ്ഞളിച്ച് നിൽക്കും കേട്ടോ. നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ കാൽസ്യത്തിൻ്റെയോ ഒക്കെ കുറവൊക്കെ ആണെങ്കിൽ മുഖത്ത് വെള്ളപ്പാട് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ചെടികൾക്ക് ഇലകൾ ആണ് അതിൻ്റെ എന്ത് കാണിക്കാനുള്ള ഒരു സിംറ്റം, അതിൻ്റെ കാണിക്കാനുള്ള ഒരു സാധനം. എന്ത് കാര്യങ്ങളും അതിന് പറയാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇലകളാണ്. ഇലകൾ പൊഴിച്ചുകൊണ്ടാണ് ഇതുങ്ങളെല്ലാം കാണിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് അതിൻ്റെ ഒരു റീസൺ. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നതാണ് ഈ ഇൻഫെക്ഷൻസ്. എന്തെങ്കിലും പെസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രാണികളുടെ ആക്രമണം, അതുപോലെ വേരിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം ചെടികൾ കാണിക്കുന്നത് ഇലകൾ പൊഴിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതോരോന്നും മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളുടെ ഓരോ ചെടികളെയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ സാഫ് പോലെയുള്ള ഫംഗിസൈഡ് മേടിക്കും കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കലക്കിയിട്ട് ചെടികളുടെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെടികളുടെ മുകൾ ഭാഗത്തൊക്കെ നീം ഓയിൽ പോലെയുള്ള സ്പ്രേകൾ മാസത്തിൽ ഒരു തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ കൺട്രോളിൽ നിൽക്കും കേട്ടോ. അടുത്തതാണ് റീപോട്ടിങ്. നമ്മൾ കുറേ വർഷമായി ഒരു ചെടി ഒരു പോട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതിന് റൂട്ടിന് പോകാൻ സ്ഥലമില്ലാതെ ഞെരിങ്ങിരിക്കുന്ന അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ശ്വാസം മുട്ടി ഇപ്പം ചത്തുപോകും എന്നൊരവസ്ഥയിലാണ് അതിൻ്റെ റൂട്ടുകൾ നിൽക്കുന്നത്. ചെടികളുടെ റൂട്ടാണ് അതിൻ്റെ മെയിൻ ഭാഗമെന്ന് നമ്മൾ അറിയുക.
അതിൻ്റെ റൂട്ടിലൂടെയാണ് ആഹാരം പാകം ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കണമെങ്കിൽ, വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ എവിടെ കൂടെയാണ്? റൂട്ടിലാണ്. അപ്പോൾ കുറേ വർഷമായത് റീപ്പോർട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, റീപ്പോർട്ടിംഗ് ആണ് അതിൻ്റെ റൂട്ടിൻ്റെ സ്ട്രെസ്സ്. നമ്മളുടെ തന്നെയല്ല, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ മുടിയെല്ലാം പൊഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. റൂട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ ചെടികൾ ഇലപൊഴിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു 4-5 കാരണങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികൾ വളർത്തിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.